സർ, സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാ പ്രവേശനമാണ് മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം. പല വിധത്തിലുള്ള ചർച്ചകൾ പൊടിപൊടിക്കുകയാണ്. സദാനന്ദൻ മാസ്റ്റർ ആരാണ്? സദാനന്ദൻ മാസ്റ്ററുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്താണ്? കേരള സമൂഹത്തിന് എന്ത് സംഭാവനയാണ് നൽകിയത്? അങ്ങനെ ചോദ്യങ്ങളുടെ നീണ്ട പട്ടികയാണ് വരുന്നത്. സദാനന്ദൻ മാസ്റ്റർ അക്രമ രാഷ്ട്രീയത്തിന്റെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു വിക്റ്റിമാണെന്ന് പറയുമ്പോൾ അതിനു മുൻപും ശേഷവും നിങ്ങൾ ഞങ്ങളുടെ ഇത്ര പേരെ കൊന്നു എന്നുള്ള കൊല്ലപ്പെട്ട ആളുകളുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രക്തസാക്ഷികളുടെ എന്ന് പറഞ്ഞൊരു ലിസ്റ്റാണ് ഇടുന്നത്. സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇത്രയേറെ വിദ്വേഷം വളർത്താൻ മാത്രം സദാനന്ദൻ മാസ്റ്ററെ പോലെ ഒരാളുടെ രാജ്യസഭാ പ്രവേശനം ആരെയാണ് ഇത്രയേറെ തലവേദന പിടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയേറെ വിവാദങ്ങൾക്കൊക്കെ വഴിവെക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്? തീർച്ചയായിട്ടും അതെ. സദാനന്ദൻ മാസ്റ്റർ ഒരു പ്രതീകമാണ്. സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാ പ്രവേശം ഏറ്റവും നല്ലൊരു നീക്കമായി കാണുന്ന ഒരാളാണ് ഞാൻ. അതിൽ തന്നെ സദാനന്ദൻ മാസ്റ്ററെ അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. വ്യക്തിപരമായി എന്നെ ഇത്രയേറെ സന്തോഷിപ്പിച്ച ഒരു കേന്ദ്ര സർക്കാർ നീക്കം ഈ അടുത്തിടെ ഉണ്ടായിട്ടില്ല. കാരണം എന്തുകൊണ്ടും രാജ്യസഭയിലേക്ക് കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്താൻ യോഗ്യനായിട്ടുള്ള ആള് തന്നെയാണ് ശ്രീമാൻ സദാനന്ദൻ മാസ്റ്റർ. ശ്രീമാൻ സദാനന്ദൻ മാസ്റ്റർ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഇവിടെ വലിയ പ്രബുദ്ധ മതേതര മാനവിക മൂല്യത്തിന്റെയൊക്കെ അപ്പോസ്തലന്മാരായി ചമയുന്ന ആളുകൾ അവർക്ക് അധികാരമുള്ള, അവർക്ക് ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ എങ്ങനെയാണ് തങ്ങളുടെ പ്രതിയോഗികളോട് പെരുമാറുന്നത് എന്നതിന്റെ ഏറ്റവും ശക്തമായി ജീവിച്ചിരിക്കുന്ന ഒരു തെളിവാണ്, ഉദാഹരണമാണ് സദാനന്ദൻ മാസ്റ്റർ. അദ്ദേഹത്തിന്റെ രാജ്യസഭാ പ്രവേശം വലിയ ഇന്റലക്ച്വൽ അരേനകളിലൊക്കെ വലിയ ബൗദ്ധികവാദികളായി ചമയുന്ന ഇടതുപക്ഷത്തിന്റെ യഥാർത്ഥ സ്വഭാവം രാജ്യത്തോട് മുഴുവൻ വിളിച്ചു പറയുന്ന CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തെ രാജ്യത്തുടനീളം ചർച്ചയാക്കുന്ന ഒരു സംഭവമാണ് എന്നതുകൊണ്ടാണ് അവരെ അത് അത്രമേൽ അലോസരപ്പെടുത്തുന്നത്. അതിന് നിർത്തിയൊന്നുമില്ല. അതിന്റെ ഒരു ടൈമിംഗ് പോലും വളരെ പെക്യുലിയർ ആണ്, വളരെ കൗതുകകരമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കൂ, നമ്മുടെ നാട്ടിൽ ഗുരുപൂജയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നിർദ്ദേശിക്കുന്നത്. അതായത് ഗുരുവിനെ പാദപൂജ ചെയ്യുന്ന സംഘപരിവാറിന്റെ സംസ്കാരം എത്രമേൽ ഹീനമാണ്, പരിഹാസ്യമാണ്, അപരിഷ്കൃതമാണ് എന്നൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഗുരുനാഥന്റെ രണ്ട് കാലും അറുത്തു മാറ്റിയിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ സംസ്കാരം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്കാരം അത് രാജ്യത്തിന്റെ മുഖ്യധാരയിലേക്ക് ചർച്ചയിലേക്ക് വരുന്നത്. ശരിയാണ്, സംഘപരിവാറിന്റെ സംസ്കാരം ഗുരുനാഥന്മാരെ പൂജിക്കുന്നതാണ്, അവരുടെ പാദപൂജ ചെയ്യുന്നതാണ്, അവരെ ഈശ്വരന് തുല്യമായിട്ട് ആരാധിക്കുന്നതാണ്. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമ എന്ന് ജപിക്കുന്ന ഒരു സംസ്കാരത്തിന്, മാതാ പിതാ ഗുരു ദൈവം എന്ന് കുട്ടികളെ ചൊല്ലി പഠിപ്പിക്കുന്ന ഒരു സംസ്കാരത്തിന് ഗുരുവിനെ പൂജിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. എന്നാൽ അതിന് ബദലായിട്ട് അത് അപരിഷ്കൃതമാണ്, അത് പരിഹാസ്യമാണ്, അത് ഹീനമാണെന്നൊക്കെ പറയുന്ന ആളുകൾ അവര് പുലർത്തുന്ന സംസ്കാരം എന്താണ്? അവര് ഗുരുനാഥന്മാരുടെ കാലർത്ത് മാറ്റുന്ന ആളുകളാണ്. അവര് ഗുരുനാഥന്മാരെ കരണത്തടിച്ച് താഴെ വീഴ്ത്തുന്നവരാണ്. അവര് ഗുരുനാഥന്മാരെ മുറിയിൽ പൂട്ടിയിട്ട് അസഭ്യവർഷം നടത്തുന്നവരാണ്. അവര് ഗുരുനാഥന്മാർക്ക് കുഴിമാട ഒരുക്കുന്നവരാണ്, അവിടെ റീത്ത് വെക്കുന്നവരാണ്, എന്നിട്ട് അതിന് ആർട്ട് ഇൻസ്റ്റലേഷൻ ആണ് എന്ന് പറഞ്ഞ് പ്രശംസിക്കുന്ന ആളുകളാണ്. അപ്പോ ഇവര് കഴിഞ്ഞ കുറെ കാലങ്ങളിൽ ചെയ്തു വെച്ചിട്ടുള്ള ഗുരുവിന് കുഴിമാട ഒരുക്കുക, അല്ലെങ്കിൽ കസേര കത്തിക്കുക, പ്രിൻസിപ്പളുടെ കസേര കത്തിക്കുക തുടങ്ങിയിട്ടുള്ള ഒരു ബദൽ സംസ്കാരം ഉണ്ടല്ലോ, ആ സംസ്കാരത്തെ കൂടി ചർച്ചയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും കാലോചിതമായിട്ടുള്ള, ഏറ്റവും കാവ്യനീതിയുള്ള ഒരു കാലത്തിന്റെ മറുപടി കൂടിയാണ് ഈ ഒരു സമയത്ത്, ഗുരുപൂജയുമായി ബന്ധപ്പെട്ട വിവാദം നിൽക്കുന്ന സമയത്ത് സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാ പ്രവേശം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സദാനന്ദൻ മാസ്റ്റർ എന്താണ് അദ്ദേഹത്തിന്റെ യോഗ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അക്രമത്തെ അക്രമം കൊണ്ടല്ല ആശയം കൊണ്ട് എതിരിട്ട ഒരാളാണ്. അത് രാജ്യത്തിന് മുഴുവൻ കൃത്യമായിട്ടുള്ള മാതൃകയാണ്. നോക്കൂ, സദാനന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിന്റെ കാലർത്ത് മാറ്റപ്പെട്ടപ്പോഴും അദ്ദേഹത്തിന്റെ ആദർശത്തിൽ നിന്ന് വിട്ടുപോകാൻ തയ്യാറായിട്ടില്ല. ഏത് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിലാണോ കണ്ണൂരിലുള്ള മാർക്സിസ്റ്റ് ഗുണ്ടകൾ അദ്ദേഹത്തിന്റെ കാലർത്തത്, അതേ പ്രസ്ഥാനത്തിന്റെയും അതേ പ്രത്യയശാസ്ത്രത്തിന്റെയും ഭാഗമായി തന്നെ നിന്നുകൊണ്ട് ഇത്രയും കാലം സമാധാനപരമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം എവിടെയും തിരിച്ചടിക്ക് ആഹ്വാനം ചെയ്തിട്ടില്ല. അദ്ദേഹം ഏതെങ്കിലും ഒരു അക്രമ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു കേസിൽ പ്രതിയായിട്ടില്ല. ഇപ്പോ സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭാംഗമായതിനു ശേഷം ആദ്യം CPM ഇറക്കിയിട്ടുള്ള ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് എന്താണ്, KV സുധീഷിനെ കൊലപ്പെടുത്തിയതിന് പകരമായിട്ടാണ് സദാനന്ദൻ മാസ്റ്ററുടെ കാല് മുറിച്ചത് എന്നുള്ളതായിരുന്നു. എന്നാൽ കണക്കുകൾ എടുത്ത് നോക്കുന്ന ആളുകൾക്ക്, ഇതിന്റെ ഡേറ്റുകൾ എടുത്ത് പരിശോധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, സദാനന്ദൻ മാസ്റ്ററുടെ കാല് മുറിക്കപ്പെട്ടതിന്റെ പിറ്റേ ദിവസമാണ് സുധീഷിന് നേരെയുള്ള ആക്രമണം ഉണ്ടാകുന്നത്. സുധീഷ് ആക്രമിക്കപ്പെടുന്ന സമയത്ത് സദാനന്ദൻ മാസ്റ്റർ ബോധരഹിതനായിട്ട് ICU കിടക്കുകയായിരുന്നു. അങ്ങനെ ഒരു ആക്രമണം ആസൂത്രണം ചെയ്യാനുള്ള സാധ്യത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത് ഡേറ്റുകൾ കൊണ്ട് പൊളിഞ്ഞപ്പോഴാണ് അടുത്ത കഥ ഇറക്കിയത്. ജനാർദ്ദനൻ എന്ന് പറയുന്ന ഒരു CPM പ്രവർത്തകനെ ആക്രമിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ജനാർദ്ദനൻ എന്ന് പറയുന്ന ആൾ സദാനന്ദൻ മാസ്റ്ററുടെ ബന്ധുവാണ്. അദ്ദേഹത്തിന്റെ മകൻ അവളുടെ ഇഷ്ടപ്രകാരം
എന്താണ് ശ്രീകൃഷ്ണ ജയന്തിയുടെ ശോഭായാത്രയുടെ ഭാഗമാവുകയും ഇതിന്റെ പേരിൽ അച്ഛനെ പോലും ധിക്കരിച്ചുകൊണ്ട് എനിക്ക് ശോഭായാത്രയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശോഭായാത്രയിൽ വന്ന് പങ്കെടുക്കുകയും, എന്നാൽ അന്ന് സദാനന്ദൻ മാസ്റ്റർ അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ച് 41 തികയാത്തത് കൊണ്ട് അദ്ദേഹം ഈ ശോഭായാത്രയിൽ പങ്കെടുക്കാതെ വീട്ടിലാണ് ഉണ്ടായിരുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ അവിടുത്തെ പിന്നീട് ഒരു ബസ് സ്റ്റാൻഡ്, RSS BJP നിർമ്മിച്ചിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡ് CPM പ്രവർത്തകർ തല്ലി തകർക്കുകയും അവരുടെ ഒരു ഹർത്താലിന്റെ ഭാഗമായിട്ട് ആ ബസ് സ്റ്റാൻഡിലെ പോസ്റ്റുകൾ എടുത്തുകൊണ്ടുവന്ന് റോഡ് ഉപരോധിക്കുകയും ഒക്കെ ചെയ്തു. ഇത് അവിടുത്തെ പ്രാദേശിക BJP നേതാക്കന്മാർ, RSS നേതാക്കന്മാർ ചോദ്യം ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു അക്രമ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ജനാർദ്ദനൻ എന്ന് പറയുന്ന ആൾക്ക് മർദ്ദനമേൽക്കുന്നത്. ആ കേസിലും സദാനന്ദൻ മാസ്റ്റർ ഏതെങ്കിലും നിലയിൽ കക്ഷിയല്ല, അദ്ദേഹം ആ കേസിൽ പ്രതിയുമായിട്ടില്ല. അപ്പോ വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ ഇപ്പൊ അദ്ദേഹം രാജ്യസഭയിലേക്ക് എത്തിയ സമയത്ത് മാത്രം തട്ടിക്കൂട്ടിയെടുത്തിട്ടുള്ള ചില വ്യാജ ആരോപണങ്ങളാണ്. സദാനന്ദൻ മാസ്റ്റർ കഴിഞ്ഞ 30 വർഷമായിട്ട് പൊതുജീവിതത്തിൽ വളരെ സജീവമായി നമുക്കിടയിലുണ്ട്. അദ്ദേഹം കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട്. ഈ സമയത്തൊന്നും സദാനന്ദൻ മാസ്റ്റർ ഇത്തരത്തിൽ അക്രമ രാഷ്ട്രീയത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ള ഒരാളാന്നുള്ളൊരു വാദം അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോ ഇപ്പോ രാജ്യസഭയിലേക്ക് അദ്ദേഹം എത്തിയ സമയത്ത് കൃത്യമായിട്ട് നിർമ്മിച്ചെടുത്തുള്ള ചില ക്യാപ്സ്യൂളുകൾ മാത്രമാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ സദാനന്ദൻ മാസ്റ്ററെ നേരിട്ട് ഒരു തവണയെങ്കിലും കണ്ട് പരിചയമുള്ള, അദ്ദേഹത്തോട് സംസാരിച്ച് ശീലമുള്ള, അദ്ദേഹത്തിന്റെ സൗമ്യമായിട്ടുള്ള, അദ്ദേഹത്തിന്റെ സാത്വികമായിട്ടുള്ള വ്യക്തിത്വത്തെ പറ്റി ബോധ്യമുള്ള ആളുകൾക്ക് വേറെ തെളിവുകളുടെ ഒന്നും ആവശ്യമില്ല. അവരുടെ മുമ്പിൽ ജീവിക്കുന്ന തെളിവായിട്ട് എങ്ങനത്തെ ഒരു മനുഷ്യനാണ് താൻ എന്ന് കാണിക്കാൻ സദാനന്ദൻ മാസ്റ്റർ ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 30 വയസ്സിലൊരു ചെറുപ്പക്കാരനായിരിക്കുമ്പോഴാണ്, കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് സദാനന്ദൻ മാസ്റ്ററുടെ കാലം ഒരു മുറിച്ചു മാറ്റുന്നത്. ഒരു കാലമല്ല, 2 കാലം. എന്നിട്ട് ഈ കാലുകൾ പിന്നീട് തുന്നിച്ചേർക്കാണ്ടിരിക്കാൻ വേണ്ടി ഇത് കുറ്റിക്കാട്ടിൽ നിന്നെടുത്ത് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് ആ കാലുമായിട്ട് പ്രകടനം നടത്തിയിട്ടുള്ള ചരിത്രമുണ്ട് കണ്ണൂരിലുള്ള CPMകാർക്ക്. എന്നിട്ട് വെപ്പുകാലുമായിട്ട്, ആംബ്യൂട്ടഡ് ലെഗ്സുമായിട്ട് അദ്ദേഹം പിന്നെയും തന്റെ രാഷ്ട്രീയ ജീവിതം തുടരുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം കല്യാണം നിശ്ചയിച്ചുറപ്പിച്ചിരുന്ന ഒരു പെൺകുട്ടിയുണ്ട്. കാല് മുറിച്ചതിന് ശേഷവും അദ്ദേഹത്തെ തന്നെ കല്യാണം കഴിക്കാൻ അവർ തയ്യാറായി. അവരും ഒരു ടീച്ചറാണ്. സദാനന്ദൻ മാസ്റ്റർ അധ്യാപകനാണ്. നമ്മുടെ മാധ്യമങ്ങൾക്ക് 10ാം ക്ലാസ്സുകാരനായിട്ടുള്ള ഗോവിന്ദനെ ഗോവിന്ദ മാഷ് എന്ന് വിളിക്കാൻ മടിയില്ല, ശൈലജയെ ശൈലജ ടീച്ചർ എന്ന് വിളിക്കാൻ മടിയില്ല, ശ്രീമതിയെ ശ്രീമതി ടീച്ചർ എന്ന് വിളിക്കാൻ യാതൊരു മടിയില്ല. പക്ഷെ ഈ പറയുന്ന 2020 വരെ ദുർഗാവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ സോഷ്യൽ സയൻസ് അധ്യാപകനായിരുന്ന, 2020 മാത്രം വിരമിച്ചിട്ടുള്ള, ദേശീയ അധ്യാപക പരിഷത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന, 15 വർഷത്തോളം ദേശീയ അധ്യാപക മാസികയുടെ പത്രാധിപരായിരുന്ന, മികച്ച അധ്യാപകനുള്ള അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ള സദാനന്ദൻ മാസ്റ്ററെ പറ്റി പറയുമ്പോൾ മാത്രം മാസ്റ്റർ എന്ന് തികച്ചു എഴുതാൻ ഇവരുടെ ഒന്നും പേനയിൽ മഷി തികയുന്നില്ല. അവിടെ സദാനന്ദൻ എന്ന് മാത്രമാണ് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ മുഴുവൻ എഴുതുന്നത്. ഇവരാണ് ഗോവിന്ദ മാഷ്, ശൈലജ ടീച്ചർ എന്നൊക്കെ വിളിച്ചത് ഈ CPM നേതാക്കളെ ഇങ്ങനെ കൊഞ്ചിക്കുന്നതെന്ന് ആലോചിക്കണം. അപ്പൊ ഇവരുടെയൊക്കെ ഈ കാര്യത്തിലുള്ള ഇരട്ടത്താപ്പ് വളരെ കൃത്യമാണ്. എന്നാൽ ഈ ഒരു ഇത്രയും മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായതിനു ശേഷവും പ്രതീക്ഷ അറ്റുപോവാതെ, തന്റെ പ്രസ്ഥാനത്തിലോ തന്റെ ആദർശത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ, സമാധാനത്തിന്റെയും ശാന്തിയുടെയും സാത്വികതയുടെയും പാതയിൽ അതേ ആദർശത്തെ മുന്നോട്ട് നയിക്കുകയും ജീവിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ 2 കാലുകൾ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ എത്ര ശക്തനായിരുന്നോ അതിനേക്കാൾ ശക്തനായിട്ട് കണ്ണൂരിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടക്കുത്തളങ്ങളെ വിറപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയാണ്, ഒരു ജീവിക്കുന്ന ലെജൻഡാണ് ശ്രീ സദാനന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന ആള്. അദ്ദേഹം ഏത് മാനദണ്ഡം വെച്ച് നോക്കിയാലും, ഇപ്പൊ പറയുന്നത് എന്താണ്, രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നിർദ്ദേശിക്കാൻ സാമൂഹിക, സാംസ്കാരിക, കലാ, സ്പോർട്സ് മേഖലയിലൊക്കെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള വിശിഷ്ട വ്യക്തികളെയാണ് ആർട്ടിക്കിൾ 80 പ്രകാരം രാഷ്ട്രപതി നിർദ്ദേശിക്കേണ്ടത്. ആ മാനദണ്ഡത്തിൽ നിന്നും വരുന്ന ആളല്ല സദാനന്ദൻ മാസ്റ്റർ എന്നാണ്. ഇവർക്ക് അധികാരം ഉണ്ടായിരുന്ന സമയത്ത് ഇവർ നിർദ്ദേശിച്ചിരുന്നൊക്കെ ഇങ്ങനത്തെ ആൾക്കാരെയാണോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരവില്ല. നിങ്ങൾക്ക് അറിയാമോ, 2009 വരെ കോൺഗ്രസിന്റെ സജീവ നേതാവായിരുന്ന, കോൺഗ്രസിന്റെ മന്ത്രിയായിരുന്ന, UPA മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന, മയിലാടുതുറൈ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള MP ആയിരുന്ന ആളാണ് മണിശങ്കർ അയ്യർ. 2009 തെരഞ്ഞെടുപ്പിൽ മയിലാടുതുറൈ മണ്ഡലത്തിൽ മത്സരിച്ചിട്ട് ഇയാൾ തോറ്റപ്പോ, ഈ തോറ്റുപോയിട്ടുള്ള ആളെ രാജ്യസഭയിലേക്കുള്ള രാഷ്ട്രപതിയുടെ ശുപാർശ പ്രകാരമുള്ള വിശിഷ്ടാംഗമായിട്ട് 12 പേരിൽ ഒരാളായിട്ട് ഇയാളെ നിർദ്ദേശിച്ചിട്ടുണ്ട്. മണിശങ്കർ ആക്റ്റീവ് പ്രാക്ടീസിങ് പൊളിറ്റീഷ്യൻ ആയിരുന്ന ആളാണ്. വേറെ ഏതെങ്കിലും കലാ, സാംസ്കാരിക, സാമൂഹിക മേഖലയിലൊന്നും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളൊന്നും അല്ല. അയാളുടെ ആദ്യ വ്യക്തിമുദ്ര എന്ന് പറയുന്നത് 2011 നരേന്ദ്രമോദി ഒരിക്കലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവില്ല, അയാൾക്ക് വേണമെങ്കിൽ ചായക്കട നടത്താനുള്ള സൗകര്യം ഞങ്ങൾ AICC ആസ്ഥാനത്ത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. ചായക്കടക്കാരൻ മോഡി എന്നാണ് അയാൾ വിളിക്കുന്നത്. ചായക്കടക്കാരൻ മോഡി ഒരിക്കലും ഇന്ത്യൻ പ്രധാനമന്ത്രി ആവില്ല, അയാൾക്ക് AICC ആസ്ഥാനത്ത് ചായക്കട തുടങ്ങാനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തു കൊടുക്കാം. അയാളുടെ ഒരു എലൈറ്റിസ്റ്റ് മനോഭാവം ആലോചിക്കണം.
ആ വരേണ്യ ബോധം, ചായക്കട നടത്തിയിരുന്ന ഒരാള് എല്ലാ കാലത്തും ചായക്കടക്കാരനായിട്ടിരിക്കണമെന്നും അയാൾക്ക് ഒരിക്കലും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആവാനുള്ള യോഗ്യത ഇല്ലാന്നും കരുതുന്ന ഈ ഡൈനാസ്റ്റി പൊളിറ്റിക്സിൽ വിശ്വസിക്കുന്ന ആ കോൺഗ്രസ്സുകാരന്റെ ജീൻ ഉണ്ടല്ലോ, ആ വരേണ്യ ബോധമാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. അപ്പൊ പോലും 2011 ഇത് പറയുന്നത്. ആ സമയത്താണ് രാജ്യസഭയിലെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തിട്ടുള്ള അംഗമാണ്. അപ്പൊ പോലും AICC ആസ്ഥാനത്ത് ഞങ്ങൾ ചെയ്തു കൊടുക്കാന്ന് പറയുമ്പോൾ അയാൾ അപ്പോഴും കലാ സാംസ്കാരിക മേഖലയുടെ പ്രതിനിധിയായിട്ടല്ല, അയാൾ AICCയുടെ പ്രതിനിധിയായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള ഹീനമായിട്ടുള്ള വ്യക്തിത്വങ്ങളുള്ള ആളുകളെയൊക്കെ രാജ്യസഭയിലേക്ക് അയച്ചിട്ടുണ്ട്. എത്രയോ കോൺഗ്രസിന്റെ നേതാക്കന്മാർ മത്സരങ്ങളിൽ പരാജയപ്പെട്ടതിന് ശേഷം, തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടതിന് ശേഷം ഈ പറയുന്ന സ്ലോട്ട് ഉപയോഗിച്ച് ആർട്ടിക്കിൾ 80 സ്ലോട്ട് ഉപയോഗിച്ചിട്ട് രാഷ്ട്രപതി പാർലമെന്റിലേക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ ബാലചന്ദ്ര മുൽഗേക്കർ, അതല്ലെങ്കിൽ പ്രകാശ് അംബേദ്കർ, ഗുലാം റസാഖാർ, അങ്ങനെ എത്ര ഉദാഹരണം വേണമെങ്കിലും പറയാൻ സാധിക്കും. ആക്റ്റീവ് പ്രാക്ടീസിംഗ് പൊളിറ്റീഷ്യൻസ് ഓഫ് കോൺഗ്രസ് ഒരു സുപ്രഭാതത്തിൽ തെരഞ്ഞെടുപ്പിൽ തോക്കുന്നു, അടുത്ത വട്ടം രാഷ്ട്രപതിയുടെ പ്രത്യേക ശുപാർശ പ്രകാരം രാജ്യസഭയിലേക്ക് പോകുന്നു. അങ്ങനെ ഇവർ ഇത്രയും കാലം നിർദ്ദേശിച്ചിട്ടുള്ള അംഗങ്ങളെക്കാൾ എന്തുകൊണ്ട് യോഗ്യനാണ്? ഇപ്പൊ ആ രാജ്യസഭയിൽ ഇരിക്കുന്ന കേരളത്തിൽ നിന്നുള്ള ഈ ജെബി മേത്തറും അതേപോലെ തന്നെ ജോൺ ബ്രിട്ടാസും ഒക്കെയാണ് രാജ്യസഭയിലെ പരമോന്നത അംഗങ്ങളെങ്കിൽ അവരെക്കാൾ 100 മടങ്ങ് യോഗ്യതയുള്ള ആളാണ് ശ്രീ സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് പോകാൻ. ആ നിർദ്ദേശത്തിന് കൃത്യമായിട്ടുള്ള ഒരു സന്ദേശ മൂല്യം ഉണ്ട്. അത് CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിന് മുന്നിൽ ഈ രാജ്യം തലകുനിക്കില്ല. ഇവര് വാളെടുത്തു കഴിഞ്ഞാൽ സംഹരിക്കാനോ ഇല്ലാതാക്കാനോ കഴിയുന്നതല്ല ഈ ആശയം. ഇവരെത്ര മൂർച്ചയുള്ള വാളുകൾ കൊണ്ട് കൊത്തി അരിഞ്ഞു കളഞ്ഞാലും ആ അറുത്തിട്ടടത്തുനിന്ന് വീണ്ടും മുറികൂടി വരും ഈ രാജ്യത്തെ ദേശീയതയുടെ ആശയമൊന്നും, അത് രാജ്യത്തിന്റെ പരമോന്നത സഭ വരെ എത്തുമെന്നും ആ ശബ്ദത്തെ രാജ്യത്തിന് മുഴുവൻ വേണ്ടി ഉറക്കെ പ്രതിനിധീകരിക്കുമെന്നും വളരെ കൃത്യമായിട്ടുള്ള സന്ദേശം കൊടുക്കുന്ന ഒരു കാര്യമാണിത്. അദ്ദേഹത്തിന്റെ വ്യക്തിഗതമായിട്ടുള്ള യോഗ്യതകൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സുദീർഘമായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിനിടയിൽ അദ്ദേഹം നിരവധിയായിട്ടുള്ള പദവികളും നിരവധിയായിട്ടുള്ള ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങളും അലങ്കരിച്ചിട്ടുണ്ട്. ഏറ്റവും മികച്ച ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം. അതേ സമയത്ത് മികച്ച സാമൂഹിക പ്രവർത്തകനായിരുന്നു. എനിക്ക് തോന്നുന്നു പാർവതി ജനസേവാ സമിതി എന്നൊക്കെ പറയുന്ന മാനസിക വിഭ്രാന്തി നേരിടുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനത്തിന്റെ പ്രസിഡന്റായിട്ട് അദ്ദേഹം 6 വർഷത്തോളം പ്രവർത്തിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സംഘത്തിന്റെ നേതൃത്വത്തിൽ വിവിധ സേവാ ചുമതലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദേശീയ അധ്യാപക പരിഷത്തിന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം. ദേശീയ അധ്യാപിക മാസികയുടെ ചീഫ് എഡിറ്ററായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. മികച്ച അധ്യാപകൻ എന്നുള്ള രീതിയിലും മികച്ച സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള രീതിയിലും വിവിധ സംസ്ഥാനങ്ങളുടെ, ഇപ്പൊ കർണാടക സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഗവൺമെന്റ് ഓഫ് കർണാടക കൊടുക്കുന്ന ഔദ്യോഗിക പുരസ്കാരം ഉൾപ്പെടെ, മഹാരാഷ്ട്ര സർക്കാർ കൊടുക്കുന്ന വീര സാവർക്കർ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരു പുരസ്കൃതമായിട്ടുള്ള വ്യക്തിത്വമാണ്, ബഹുമാന്യനായിട്ടുള്ള വ്യക്തിത്വമാണ്. അങ്ങനെ ഒരാള് രാജ്യസഭയിലേക്ക് എത്താൻ എന്തുകൊണ്ട് യോഗ്യനാണ്? ഈ വിമർശിക്കുന്ന കോൺഗ്രസിന് അങ്ങനെ വിമർശനം ഉന്നയിക്കാൻ യാതൊരു അർഹതയില്ല. കാരണം അവർക്ക് അധികാരമുള്ള സമയത്ത് ഇവർക്ക് വേണ്ടപ്പെട്ടവരെ മുഴുവൻ യാതൊരു മാനദണ്ഡവും നോക്കാണ്ട് ഇവർ നിയമിച്ചിട്ടുണ്ട്. CPM-ന്റെ വിമർശനം അവരുടെ കൊതിക്കറിവ് കൊണ്ടാണ്. അവർ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള ഒരാൾ കൊലപ്പെടാതെ വീണ്ടും ഇത്രയും ശക്തനായിട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ട് അവരുടെ അക്രമ രാഷ്ട്രീയത്തെ പറ്റി ഈ രാജ്യത്തെ മുഴുവൻ ബോധവൽക്കരിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാവുന്ന അസ്വസ്ഥതയാണ് CPM-ന്റെ വിമർശനം. ആ വിമർശനത്തിന് ഒന്നും വിലവെക്കേണ്ട യാതൊരു ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. സദാനന്ദൻ മാസ്റ്ററുടെ യോഗ്യത എന്താണെന്ന് ഇവരോടൊന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം പോലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് BJP-യുടെ വളരെ ശക്തമായിട്ടുള്ള, വളരെ യുക്തമായിട്ടുള്ള, വളരെ നീതിപൂർവകമായിട്ടുള്ള ഒരു തീരുമാനമാണ്. ആ തീരുമാനം എന്തുകൊണ്ടും ശരിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. യെസ്, എന്തായാലും സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാ പ്രവേശനം വളരെ വളരെ പോസിറ്റീവായി കാണേണ്ടുന്ന ഒന്നാണെന്നാണ് നമുക്ക് ഈ ചർച്ചയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലതരത്തിലും അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹം അക്രമ രാഷ്ട്രീയത്തിന്റെ ഒരു വിക്ടിമേ അല്ല എന്നൊക്കെയുള്ള തരത്തിലാണ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇടതുപക്ഷ അനുകൂലികളുടെ ചില പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ ശങ്കുട്ടിദാസ് സാറ് പറഞ്ഞതുപോലെ അവർക്ക് ഡേറ്റുകൾ തമ്മിൽ, സുധീഷിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഡേറ്റുകൾക്കിടയിൽ വലിയ മാറ്റങ്ങൾ വന്നു. സോഷ്യൽ മീഡിയകളിൽ അവർ അപഹാസ്യരാകുന്ന കാഴ്ചയും ഈ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ നമ്മൾ കണ്ടതുമാണ്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു സർ.